പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ അമ്മ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചേമ്പലയിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ വലിച്ചെറിയുകയായിരുന്നു. പ്രസവിച്ച ഉടനെ അടുത്ത പറമ്പിലേക്കാണ് വലിച്ചെറിഞ്ഞത്. കുഞ്ഞിന് തലക്കേറ്റ ആഘാതത്തിൽ കുഞ്ഞും മരണപ്പെടുകയും ചെയ്തു. അതിക്രൂരമായ സംഭവം. ഇതിനു മുൻപും കേരളത്തിൽ ഇതുപോലത്തെ സമാനമായ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അവിവാഹിതയായ ഒരു മാതാവാണ്. എങ്ങനെയാണിത് സംഭവിച്ചത്? എന്താണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലുള്ള കാരണം? തീർച്ചയായും പ്രിയൻ സൂചിപ്പിച്ച പോലെ മുൻപ് ഇതുപോലെ ഇത്തിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തും ഇത്തരത്തിൽ കരിയിലക്കാട്ടിൽ കുഞ്ഞിനെ ഒളിപ്പിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ വിവാഹിതയായ അമ്മ തന്നെയായിരുന്നു. ഇത് അവിവാഹിതയായ അമ്മയാണ്. മെഴുവേലിയിലാണ് നവജാത ശിശുവിനെ ചേമ്പലയിൽ പൊതിഞ്ഞ്, പ്രസവിച്ച ഉടൻ തന്നെ ചേമ്പലയിൽ പൊതിഞ്ഞ് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞത്. കുഞ്ഞിൻ്റെ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ അഞ്ജു അറസ്റ്റിലായിരിക്കുന്നു. അവിവാഹിതയായ 21-കാരി അഞ്ജുവാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട്ടിലെ ശുചിമുറിയിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ചേമ്പലയിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ അയൽ വീട്ടിലെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ക്ഷതമെന്ന് കണ്ടെത്തിയത്. ശുചിമുറിയിൽ പ്രസവിച്ചതും വീടിനോട് ചേർന്നുള്ള അയൽ പറമ്പിലേക്ക് ചേമ്പലയിൽ പൊതിഞ്ഞ് പെൺകുഞ്ഞിനെ വലിച്ചെറിഞ്ഞതുമെല്ലാം തെളിവെടുപ്പിനിടെ 21-കാരിയായ ഈ യുവതി സമ്മതിച്ചു. പോലീസിനോട് അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ അഞ്ജുവിനെ ഉച്ചയോടെ ഇലവന്തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ മെഴുവേലിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. നാട്ടുകാരടക്കം വൻ ജനക്കൂട്ടം തെളിവെടുപ്പിന് എത്തിച്ചേർന്നു. കാരണം ഒരു വലിയ ഇത്തരത്തിലുള്ളൊരു സംഭവം പുറം ലോകം അറിഞ്ഞതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ നാട്ടുകാരെല്ലാം അവിടെ കൂടി നിൽക്കുകയായിരുന്നു. ഏതായാലും രക്തസ്രാവത്തെ തുടർന്നാണ് 21-കാരി ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. സംശയം തോന്നിയ ഡോക്ടർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് പ്രസവിച്ച കാര്യം അഞ്ജു സമ്മതിച്ചത്. മറ്റ് ബ്ലീഡിംഗ് ആണെന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിൽ സമീപിച്ചത്. പക്ഷേ ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടർ ചോദിച്ചപ്പോഴാണ് ഇത് സമ്മതിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ച ഇലവന്തിട്ട പോലീസ് യുവതിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. കുഞ്ഞിൻ്റെ തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഏതായാലും വിശദമായ മൊഴിയെടുക്കലിന് ശേഷം പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇതിനെതിരെ, ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്കെതിരെ. വലിച്ചെറിഞ്ഞപ്പോൾ തലയിടിച്ചാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലും പോലീസും വ്യക്തമാക്കുന്നത്. ഗർഭിണിയായതും പ്രസവിച്ചതും വീട്ടുകാർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതത്ര വിശ്വാസയോഗ്യമല്ലെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കളെ ഏതായാലും ചോദ്യം ചെയ്തതിൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഗർഭത്തിന് ഉത്തരവാദിയായ ആൺ സുഹൃത്തിനെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതായത് 8ാം ക്ലാസ് മുതലുള്ളൊരു പ്രണയമാണ്. ഇവർ ലോഡ്ജിലും മറ്റുമൊക്കെ പോയിരുന്നു. അതിനെ തുടർന്നാണ് ഗർഭിണിയായതെന്നാണ് ഈ യുവതി പെൺകുട്ടി സമ്മതിച്ചിരിക്കുന്നത്. കുഞ്ഞുമായി കുളിമുറിയിൽ വീണപ്പോഴാണ് പരിക്കേറ്റതെന്നും കുഞ്ഞ് മരിച്ചതെന്നുമാണ് യുവതി ആദ്യം പറഞ്ഞ മൊഴി. എന്നാൽ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാതെ പോലീസ് വീണ്ടും ശക്തമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതാണ് സംഭവം എന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ ക്ഷതം എങ്ങനെ ഉണ്ടായി എന്ന് ഫോറൻസിക് സർജൻ പരിശോധിച്ചു. അതിനുശേഷമാണ് ഇത് തലയിടിച്ച് ഉള്ള ശക്തമായ ആഘാതത്തിലാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യലിനോട് യുവതി പൂർണ്ണമായും ഇപ്പോൾ സഹകരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇക്കഴിഞ്ഞ 17 പുലർച്ചെയാണ് വീടിൻ്റെ ശുചിമുറിയിൽ പെൺകുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പൊക്കിൾക്കൊടി വേർപെടുത്തിയ ശേഷം കുഞ്ഞിനെ ചേമ്പലയിൽ പൊതിഞ്ഞ് സമീപത്തേക്കുള്ള പറമ്പിലെ വാഴയുടെ ചുവട്ടിൽ കൊണ്ടിടുകയായിരുന്നു. രക്തസ്രാവം നിലയ്ക്കാതെ വന്നപ്പോഴാണ് ബ്ലീഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ സമീപിച്ച ആശുപത്രിയിൽ ചികിത്സ കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. സ്ഥിതി വഷളായതിനെ തുടർന്ന് ചെങ്ങന്നൂർ അങ്ങാടിക്കലിലെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറുകയായിരുന്നു. അവിടെ എത്തി യുവതിയെ പരിശോധിച്ചപ്പോൾ പ്രസവം നടന്നുവെന്ന് ഡോക്ടർക്ക് വളരെ വ്യക്തമായി. എന്നാൽ താൻ പ്രസവിച്ചിട്ടില്ല എന്ന നിലപാടിൽ യുവതി ഉറച്ചു നിന്നു. ഏറെ നേരം ചോദ്യം ചെയ്തപ്പോൾ പിന്നീട് സമ്മതിക്കേണ്ടി വന്നു. പ്രസവിച്ചു എന്ന് പറഞ്ഞു. കുഞ്ഞ് മരിച്ചുപോയെന്നും പറഞ്ഞു. തുടർന്ന് ഡോക്ടർ ഇലവന്തിട്ട പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ തെരച്ചിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തി. അതിലാണ് ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് തലക്കേറ്റ മുറിവും അതോടൊപ്പം തന്നെ ചേമ്പലയിൽ പൊതിഞ്ഞ് എറിഞ്ഞതാണെന്നുള്ളതും ഈ പെൺകുട്ടി സമ്മതിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കാമുകനായ ഇലവന്തിട്ട സ്വദേശിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇവർ പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കാനും തീരുമാനിച്ചിരുന്നു. കുമ്പഴയിലെ ലോഡ്ജിലും മറ്റുമായി പലതവണ ശാരീരിക ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് യുവതി തുറന്നു പറഞ്ഞു. യുവതി ഗർഭിണിയായ വിവരം അറിയാമായിരുന്നു. എന്നാൽ പ്രസവ തീയതി കണക്കൂട്ടിയതിലുള്ളൊരു തെറ്റാണ് ഇത് പുറം ലോകം അറിയാൻ കാരണമായത്. അതായത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ മാത്രമേ പ്രസവം നടക്കൂ എന്നാണ് ഇവർ കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ മാസം തികഞ്ഞാണ് യുവതി പ്രസവിച്ചതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇവർ കണക്ക് കൂട്ടിയതിലുള്ള ഒരു പിഴവാണ്. അതായത് ഈ കാമുകനും കാമുകിയും കൂടി കണക്ക് കൂട്ടിയതിലുള്ള പിഴവാണ് ഇത്തരത്തിൽ ഇത്ര പെട്ടെന്ന് പ്രസവമായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും
വലിയൊരു ചുരുളഴിയുകയാണ്. കാരണം ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇത് ആരുടെയാണെന്നൊക്കെ കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. അന്ന് ഈ കൊല്ലത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഈ കുഞ്ഞിനെ കരിയിലെ കാട്ടിൽ ഒളിപ്പിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് അടുത്ത വീട്ടുകാർ ഉണർന്നത്. അവർ പിന്നീട് അവർ ബഹളം വെച്ചതിനെ തുടർന്ന് ഈ സംഭവം നടന്ന വീട്ടിലെ പെൺകുട്ടിയും അമ്മയും എല്ലാം കൂടി അവിടേക്ക് വന്നു. അവർക്കും അറിയില്ലായിരുന്നു, കാരണം ഈ പെൺകുട്ടി അത് ഒളിച്ചു വയ്ക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ DNA പരിശോധനയിലാണ് ഇത് ഈ വീട്ടിലെ പെൺകുട്ടി പ്രസവിച്ചതാണെന്ന് അറിയുന്നത്. അവർക്ക് മൂത്തൊരു കുട്ടിയുണ്ടായിരുന്നു, ഭർത്താവ് പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് അതിൻ്റെ പേരിൽ 2 യുവതികളെ ചോദ്യം ചെയ്തു. അവർ ചാറ്റ് ചെയ്തിരുന്നു മറ്റൊരു അക്കൗണ്ട് വഴി. അതിൽ നിന്നാണ് ഈ ചാറ്റ് ചെയ്തത് മറ്റൊരു പുരുഷനാണെന്നുള്ള രീതിയിലായിരുന്നു ചാറ്റ് ചെയ്തത്. അപ്പോൾ ഒരു കുഞ്ഞാണെങ്കിൽ മാത്രം ഒളിച്ചോടി പോകാമെന്ന് അയാൾ ചാറ്റിലൂടെ പറഞ്ഞു. അയാൾ എന്ന് പറയുന്നത് ഈ 2 പെൺകുട്ടികളായിരുന്നു. അങ്ങനെ ഇവരെ കബളിപ്പിച്ചതായിരുന്നു. ഒടുവിൽ ഈ 2 പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു വലിയ സംഭവം അന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇത്തരത്തിലൊരു നവജാത ശിശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇവിടെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മെഴുവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ കൊല്ലത്ത് നടന്ന സംഭവത്തേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ അന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിനെ കണ്ടെത്തിയതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് DNA പരിശോധന ഫലത്തിലൂടെയൊക്കെ ഈ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് വളരെ ക്രൂരവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത്. ഈ അവിഹിത ബന്ധമുണ്ടാവുക, അവിഹിത ബന്ധമല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രണയബന്ധമാണ്. പ്രണയബന്ധം ഉണ്ടാവുക, വിവാഹിതരല്ലാതെ അവസ്ഥയിൽ തന്നെ ഗർഭിണിയാവുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. കാരണം അവർ വിവാഹം കഴിക്കാനിരിക്കുന്നവരാണ്, സ്നേഹബന്ധത്തിലായിരുന്നു. ആ കുഞ്ഞിനെ കൊല്ലാതിരിക്കാമായിരുന്നു എന്നുള്ളതാണ്, കുഞ്ഞിനെ സംരക്ഷിക്കാമായിരുന്നു. അവർക്ക് വീട്ടുകാരെ അറിയിച്ച് വിവാഹിതരായി, ഇല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണെങ്കിൽ പോലും അവർക്ക് വിവാഹിതരാകുന്നതിലോ ഇല്ലെങ്കിൽ ആ കുട്ടിയെ അവർക്ക് വളർത്തുന്നതിലോ ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലായിരുന്നു. ഒരു ക്രൂരത അവിടെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറി വരുന്ന വന്ധ്യതയും അതുപോലുള്ള പ്രശ്നങ്ങളും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ ആധിക്യവും എല്ലാം ഇന്ന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ലോകത്ത് കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണുള്ളത്. അപ്പോൾ കുട്ടി നമുക്ക് ഈ ജനസംഖ്യ വർധനമുള്ള രാജ്യത്തിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രയാസത്തെ മനസ്സിലാകാത്തത്. മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു കുട്ടിയെ ലഭിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പലരും കുട്ടിയെ ഒരു സ്വന്തമാക്കാനുള്ള പ്രാപ്തി ഉണ്ടാവാറില്ല പലർക്കും എന്നുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷേ ഒരു കുഞ്ഞിന് വേണ്ടി തപസ്സരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മാതാപിതാക്കളല്ല ദമ്പതികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നിരിക്കെയാണ് ഈ പറയുന്ന ഒരു അനുഗ്രഹമായി ലഭിക്കുന്ന ഒരു ജന്മത്തെ എറിഞ്ഞു ഉടയ്ക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നത് എന്നുള്ളതാണ്. അത് വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയായിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു വേണ്ടാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനെ അവർക്ക് വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിൽ അനുവദിക്കുന്നുണ്ട്. പക്ഷേ അതെ, സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. അത് ഒഴിവാക്കേണ്ടതായിരുന്നു, ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ അങ്ങനെ ഒരു ക്രൂരത നടന്നിരിക്കുന്നു. വലിയ ദുഃഖമുണ്ടാകുന്ന വാർത്തയാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.